EK വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉമ്മൻചാണ്ടി സാറിന്റെ തറവാട് വീടാണിത്. ഇവിടാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം. MLA ആയതിനു ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് താമസമാക്കിയാലും അദ്ദേഹം എവിടെ പോയാലും ശനിയാഴ്ചകളിൽ ഇവിടെ വരും. ഇവിടെയാണ് കിടക്കുന്നത്. ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ തറവാട് പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ള പുതുപ്പള്ളി പള്ളിയിലാണ് അദ്ദേഹം പോകുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കല്യാണം ഇവിടെ വെച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെയൊക്കെ ഒന്ന് കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഫീസ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. ജനമനസ്സുകളിൽ എന്നും ജീവിക്കുന്ന ജനപ്രിയ നേതാവ്. നമ്മളോട് വിട പറഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞെങ്കിലും ആ സത്യം ഇന്നും കേരള ജനതയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. തൻ്റെ ജീവിതയാത്രയിൽ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഓരോ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മരിക്കാനാവാത്ത ഓർമ്മകളാണ്. സമാനതകളില്ലാത്ത പ്രിയ ജനനേതാവിന് നിത്യശാന്തി നേരുന്നു. പ്രിയ ജനനായകൻ ഉമ്മൻചാണ്ടി സാർ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം കഴിയുന്നു. ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ ഇടവക ദേവാലയത്തിലാണ്. ജനമനസ്സുകളിൽ മരണമില്ലാത്ത ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിൽ ഒന്ന് വന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂർ തിരുവല്ലാമലയിൽ നിന്ന് വരുന്ന കുറച്ച് പേരെ കണ്ടു. അവരുമായിട്ട് എവിടെ സ്ഥലം? തൃശ്ശൂർ ജില്ല തിരുവല്ലാമല, ചേലക്കര നിയോജകമണ്ഡലമായിട്ട് വരും തിരുവല്ലാമല. അപ്പൊ ഞാനിപ്പോ 4ാമത്തെ വട്ടം വരുന്നത്. മരിച്ച ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ജനത്തിരക്കായിരുന്നു. എന്നാലും നമുക്ക് കാണാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വട്ടം കൂടി വന്നു. ഇപ്പൊ 4ാമത്തെ വട്ടം വരുന്നത്. ഞാനും ഉമ്മൻചാണ്ടി സാറെ അത്ര ഒരു ബന്ധമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയിലാണ്. ഇവിടെ എല്ലാം ജനകീയ നേതാവായ ഉമ്മൻചാണ്ടി സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം ഇന്ന് 1 വർഷമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമ്മേളനത്തിലെ കാഴ്ചകളിലേക്ക് പോകാം. പ്രിയ ജനനായകൻ ഉമ്മൻചാണ്ടി സാർ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം അദ്ദേഹത്തിൻ്റെ ദേവാലയമായ പുതുപ്പള്ളി പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ ഉള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പ്രിയ നേതാവിനെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് ജനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാവിലെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരായ വ്യക്തികൾ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കുചേരുന്നുണ്ട്. മരണമില്ലാത്ത ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന പ്രിയ ജനനായകൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. അയാൾ പുള്ളിക്കാരൻ കയറി മറ്റേ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അയാളൊന്നും അതൊക്കെ മാറ്റി
ആ പൂവിനോട് ഇതും കൂടെ ചേർത്ത് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ചെല്ല് ഓക്കെ അല്ലേ? How are you? Making 100 आपको दिया है, आपका नाम लिखा है, जाके नहीं तो स्लिप नहीं मिलेगा। I did not know Sir is here, so I was just waiting. എല്ലാവരും വന്നേ. Thank you. Okay. Thank you. ഇറങ്ങി ഇറങ്ങി
This is the relics of St. George. എനിക്ക് സാറിനെ ശ്രദ്ധിക്കാൻ കയറുന്നു. തിരിഞ്ഞു പോ. Sir, please, sir. This is the most expensive. Yes, settle. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ അനുസ്മരണ യോഗത്തിലേക്ക് നമ്മുടെ വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ വേദിയിലേക്ക് എത്തുകയാണ്. Also we will pick. This is the second time we are. നേടിയെടുത്ത ജനനായകൻ പൊതുപരിശരീരനായ ഉമ്മൻചാണ്ടിയുടെ 1ാം വാർഷിക അനുസ്മരണ യോഗം എല്ലാവർക്കും സുസ്വാഗതം. ഈ നാടിൻ്റെ ഇവിടുത്തെ നാട്ടുകാരുടെ സകല സ്വപ്നങ്ങളും വികാര വായ്പകളും സ്വന്തം ചുമലിലേറ്റിയ ഒരു പൊതുപ്രവർത്തകന്റെ ആത്മാർത്ഥതയുടെ നേർക്കാഴ്ചയാണ് ഈ കാണുന്ന പുരുഷാരം, ഈ സ്നേഹം. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ today. Let us now rise for the national anthem. മുന്നോട്ട് കൊണ്ടുപോകുന്ന പുതുപ്പള്ളിയുടെ പുതിയ MLA ചാണ്ടി ഉമ്മൻ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയ പത്നി ശ്രീമതി മറിയാമ്മ ഉമ്മൻ, ഇരുവരും ചേർന്ന് ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നു. ആരാധനായ ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, ആരാധ്യനായ കേരളത്തിൻ്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പിതാവിൻ്റെ അനുസ്മരണത്തിനായി സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങ് ഇന്ന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് നടത്തിയിരിക്കുന്നത്. സമയക്ലിപ്തത മൂലം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിലെ ഉദ്ഘാടകൻ കേരളത്തിൻ്റെ ഗവർണർ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ അവர்களാണ്. A scholar for excellence, a leader without parallel, and an administrator who ensures justice. Sir, when I came to meet you, to invite you for this August function, you told me
humility personifies your father. Sir, when you came here, it reminds me, you personified humility, sir. Humility personifies you, sir. Because the way you interacted with us, the way you gave us time, you made us at home. Thank you, sir, and welcome you to Puthupalli and Puthupalli Church. അങ്ങയോടുള്ള സ്നേഹവും ബഹുമാനവും ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം പരിശുദ്ധ ബാബ തിരുമനസിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹത്തെ ഇവിടെ കവറടക്കിയ ദിവസം തൊട്ട് ഇവിടെ ഇന്നീ ദിവസം വരെ കൂടിയിരിക്കുന്ന ജനസഞ്ചയം ഒരിക്കലും നിങ്ങളെ മറക്കാനാവത്തില്ല. പുതുപ്പള്ളിയിലെ ജനങ്ങൾ അതിന് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഞങ്ങളെ സ്നേഹം കൊണ്ട് മൂടി, ഞങ്ങളെ കരുതൽ കൊണ്ട് മൂടി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളുടെ കരുതൽ കൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും ഓരോ മലയാളികൾ തന്ന വാത്സല്യം കൊണ്ടുമാണ്. എൻ്റെ പിതാവിന് കൊടുത്ത അതേ സ്നേഹം ഞങ്ങള് രണ്ട് സഹോദരിമാർക്കും എനിക്കും എൻ്റെ മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിനും തന്നതിനുള്ള പ്രത്യേകമായ സ്നേഹവും കടപ്പാടും നിങ്ങളോട് അറിയിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. എൻ്റെ പിതാവിനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ നേതാക്കന്മാരും, പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ, പ്രിയപ്പെട്ട KC ജോസഫ് അവർ, ശ്രീ MM ഹസൻ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ ഷാഫി പറമ്പിൽ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, പ്രിയപ്പെട്ട ശിവസുന്ദർ ചേട്ടൻ, ജോസഫ് പുതുശ്ശേരി, താരമാലൻ ചേട്ടൻ, ആന്റോൻ ചേട്ടൻ, ഫിൽസൺ ചേട്ടൻ, എല്ലാ പ്രിയപ്പെട്ട ബിനീഷ് കൊടിയേരി സാറിന്റെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്ന പ്രിയപ്പെട്ട മാളിയേക്കൽ ട്രസ്റ്റിന്റെ കൊച്ചുമോൻ ഫിലിപ്പ് അവർ, അദ്ദേഹം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്ഥലം തന്ന 1 ഏക്കർ സ്ഥലം വിട്ടു തന്ന PJ ആന്റണി, വാഗത്താനത്ത് 1 ഏക്കർ സ്ഥലമാണ് വിട്ടുതന്നത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രിയപ്പെട്ട സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ, ഒപ്പം അതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട OC ഫിലിപ്പോസ് അങ്കിൾ, എൻ്റെ കുടുംബത്തിന്റെ അത്താണിയായി നിൽക്കുന്ന അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രിയപ്പെട്ട ഹരിഹരൻ ചേട്ടൻ 1/2 ഏക്കർ സ്ഥലമാണ് ഗുരുപ്പടയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് വിട്ടു തന്നത്. അങ്ങനെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒപ്പം നന്ദി പറയാറുണ്ട് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി അവர்களോട്. ഈ പള്ളിയിൽ ഉൾപ്പെടെ 3 സ്ഥലത്താണ് അദ്ദേഹം അടക്കത്തിന് വന്നത്. അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. അദ്ദേഹം കാണിച്ച കാരുണ്യത്തിനോട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഭാഷയിൽ അരുളിയ ആസ്വാദനത്തിന് നന്ദി. ശ്രീ ചാണ്ടി ഉമ്മൻ MLA. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ചങ്ങനാശ്ശേരി SNDP യൂണിയന്റെയും SNDP യോഗത്തിന്റെയും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഹത്തായ 3-4 പൊതുപ്രവർത്തകരിൽ ഏറ്റവും പ്രമുഖനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ 150-ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ രാമകൃഷ്ണ മിഷന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് 2 കോടി രൂപ അനുവദിച്ചു തരികയുണ്ടായി. കൂടാതെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാന ഭാഗമായ കവടിയാറിൽ ചാണ്ടിയുമ്മൻ സൂചിപ്പിച്ചതുപോലെ വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ കൈയാണ് ഉണ്ടായിരുന്നത്. ഒരു മഹത് വ്യക്തിയാണെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭരണശേഷമുള്ള ഇത്ര വലിയ ജനാവലിയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുന്നതും. ഇന്ന് ഇവിടെ ഒത്തുചേർന്നുള്ള ഇത്ര വലിയ ജനാവലി കാണുമ്പോൾ അദ്ദേഹം എത്ര വലിയ മഹാനായിരുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നേക്കും നിലനിൽക്കും. ഇത്ര ജനപ്രിയനായ, ഇത്ര അപ്രോച്ചബിളായ ഒരു പൊതുജന നേതാവ് ഉണ്ടായിരുന്നുവോ ഇനി ഉണ്ടാകുമോ എന്നുള്ളത് പോലും സംശയമാണ്. അദ്ദേഹം ഏതാണ്ട് 10-25 വർഷത്തെ ഞാനൊക്കെ ആശ്രമത്തിൻ്റെ പൊതുധാരയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോടൊപ്പം കഴിയാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കുവാൻ, ആ ഉപദേശങ്ങളിലൂടെ നടന്നു പോകുവാനുമൊക്കെ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നു. മരിക്കുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിൽ ദുർബലപ്പെട്ടു പോകുന്ന, ആശങ്കപ്പെട്ടു പോകുന്ന, അനിശ്ചിതത്വത്തിൻ്റെ പടുകുഴിയിലാകുന്ന, നിശ്ചേഷ്ടമായി പോകുന്ന സമയങ്ങളിൽ ധൈര്യത്തോടെ കൂടെ നിൽക്കുന്ന ഒരു നേതാവെന്നുള്ള നിലയിലാണ്. പ്രതിഭാശേഷിയുടെ ധന്യതയുടെ വിളനിലമായിരുന്ന ആ മഹാത്മാവിന് മുമ്പിൽ, ഉമ്മൻചാണ്ടി സാറിന് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇതൊരു ദുഃഖം നിറഞ്ഞൊരു അവസരമായിട്ട് മാത്രം ഞാൻ കാണുന്നില്ല. ദുഃഖമുണ്ട്. 1 വർഷമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപോയ ശേഷം
നമ്മളെല്ലാവരും അനുഭവിച്ച ദുഃഖം നിങ്ങളെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആസാന്നിധ്യം പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സ്മാരകം ശരിക്കും നമ്മളെല്ലാവരെയും ഹൃദയത്തിൽ തന്നെ കിട്ടിക്കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾ കൂടുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോരോ നല്ല കാര്യങ്ങൾ ഓർക്കാൻ തന്നെയാണ്. അങ്ങനെ ഒരു സിംപ്ലിസിറ്റി നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്തമായിട്ട് പ്രവർത്തിക്കാനൊരു ഭാഗ്യമല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും അത് കഴിഞ്ഞ് രണ്ടും ആവാത്ത സ്ഥിതിയിൽ എനിക്കുള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹം നമ്മളെ വിട്ടുപോയി അന്തരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ പ്രകാശനം ഒരിക്കലും പോയിട്ടില്ല. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഈ ലോകത്തിലും എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു പ്രകാശനമാണ്. ആ പ്രകാശനം നമ്മളുടെ എല്ലാ വിധത്തിലും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് കൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഓരോരോ പ്രവർത്തനം ചെയ്ത അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും അദ്ദേഹത്തിൻ്റെ മകനും മകളും ഇവിടെ കാണുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. അതിൽ ഓരോരോ പദം മുന്നോട്ട് നടക്കുമ്പോൾ ഞാനും അത് ഉണ്ടാവുമെന്ന് കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്ക് ചുരുക്കട്ടെ. എല്ലാ ശ്രദ്ധാഞ്ജലിയോട് നന്ദി. പലപ്പോഴും അദ്ദേഹത്തെ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആത്മീയ കാഴ്ചപ്പാടോടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത പ്രതിഭാധനനായ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളതാണ്. ജനങ്ങളോടൊപ്പം ജീവിക്കുക എന്നത് പറയാനും എഴുതാനും എളുപ്പമാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് അത് കാണിച്ചു തന്നു പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ. ആത്മീയനായ തരൂർജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി അതിലൊന്നു മാത്രമാണ്. അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ജാലകത്തിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. നിരന്തരമായി അദ്ദേഹം ജനങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ടുള്ള വിശുദ്ധ വാരത്തിൽ ഓശാന തുടങ്ങി ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ മിക്കവാറും പുതുപ്പള്ളിയിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പത്രത്തിൽ പടം വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കാറുണ്ട്. അദ്ദേഹം ഈ പള്ളിയുടെ ഏറ്റവും പിന്നാമ്പുറത്തുള്ള കട്ടിളയിലിരുന്ന ജനങ്ങൾ നോക്കിയിരിക്കുന്ന പടമാണ് വരാറ്. അദ്ദേഹം പള്ളിയിലോട്ട് മദ്ബഹയിലേക്ക് നോക്കി തമ്പരാനെ നോക്കുന്നതിന് പകരം ജനങ്ങൾ നോക്കിയിരിക്കുന്ന ചിത്രമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ വായിക്കുമ്പോഴും ഈ പെറ്റീഷൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് എന്തിനാണെന്ന്. പക്ഷെ ഞാൻ പലപ്പോഴും ഇത് കൊടുത്ത ജനങ്ങൾ എന്നോട് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കൈപിടിച്ച് പറഞ്ഞത് നിറവേറ്റിയിട്ടുണ്ട്. വേർപാടിൻ്റെ ഒരു വർഷം ഇവിടെ പൂർത്തിയാവുകയാണ്. ഉമ്മൻചാണ്ടി സാർ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ ഞായറാഴ്ചകളിലും ഓടിയെത്തുന്ന ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിലാണ് ഒരു വർഷം കൂടുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരുന്നു. ഞാൻ ഓർത്തത് സ്വാതന്ത്ര്യ സമരകാലത്ത് കൽക്കട്ടയിൽ നിന്നും പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ്സ്മാൻ ദിനപത്രത്തിൽ അതിൻ്റെ എഡിറ്റോറിയലിൽ ഗാന്ധിയെക്കുറിച്ചൊരു വാചകമുണ്ടായിരുന്നു. ഹീ പുട്ട് സിൻസിയറിറ്റി ഇൻ ടു പോളിറ്റിക്സ്. അടുത്ത വാചകം അതിനേക്കാൾ തീവ്രമായിരുന്നു. ഹീ പുട്ട് ക്രോസ് ഇൻ ടു ദ പൊളിറ്റിക്സ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ കുരിശിനെ ചേർത്ത് പിടിച്ചു എന്നാണ്. ഗാന്ധി ശിഷ്യന്മാരിൽ പ്രമുഖനും വലിയ സുവിശേഷ പ്രചാരകനുമായിരുന്ന സ്റ്റാൻലി ജോൺസ് എഴുതിയ ക്രൈസ്റ്റ് ഓൺ ദ ഇന്ത്യൻ റോഡ്സ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിലാണ് ഞാൻ ഈ വരികൾ വായിച്ചത്. കുരിശിൻ്റെ മാർഗത്തിലൂടെ, കുരിശിൻ്റെ വഴികളിലൂടെ, സഹാനുഭൂതിയുടെ, ആത്മാർത്ഥതയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വഴികളിലൂടെയാണ് ഉമ്മൻചാണ്ടി സാറെ യാത്ര ചെയ്തത്. ഒരു ചാണ്ടി ഉമ്മൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു എന്നാണ്. ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗമാണ്. അതായത് ഞാനൊന്ന് പറയാൻ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം ശതാധിപൻ, പടയാളികളുടെ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, ഹി വാസ് എ റൈറ്റിയസ് പേഴ്സൺ. അദ്ദേഹം നീതിമാനായിരുന്നു. ആ വാക്ക് കബറിടത്തിൽ എഴുതി വെച്ചതിന് ഞാൻ കുടുംബത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു. എന്നും നമുക്ക് ഓർക്കാൻ ആ നീതിമാൻ കാണിച്ചു തന്ന വഴികൾ, ആ മാർഗം നമ്മുടെ മുമ്പിലുണ്ട്.
ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വിളക്ക് തെളിയിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നിമിഷത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി in the presence of the people of this land ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നിരവധി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് അദ്ദേഹം ഈ വേദിയിൽ നിർവഹിക്കാൻ പോവുകയാണ്. അതിനെല്ലാം സാക്ഷികളായി പുതുപ്പള്ളിയിലെ ജനങ്ങൾ, ഒപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. One year since, but filling us with memories, moments, and to continue forever. ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ ശിലാഫലകം അനാവരണം ചെയ്തുകൊണ്ട് OC സ്പോർട്സ് അരീനയുടെ ഉദ്ഘാടനം പൂരപ്പട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി മാത്യു, ശ്രീ KN ഹരിഹരൻ നായർ, മാളിയേക്കൽ ട്രസ്റ്റിൽ നിന്ന് ശ്രീ ജോൺ ഫിലിപ്പ് എന്നിവരെയും ഈ ഒരു നിമിഷത്തിൽ സാന്നിധ്യം കാണാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. The function in honor of പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വന്ദനം. കേരളം കണ്ട ഏറ്റവും ജനകീയ നേതാവും ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ ഒന്നാം ഓർമ്മ ദിനം ആണ് ഇന്ന്. ആ പുണ്യ ആത്മാവിൻ്റെ പാവന സ്മരണക്ക് മുന്നിൽ എൻ്റെ സാദര പ്രണാമം. അദ്ദേഹത്തിൻ്റെ സ്വദേശവും നിയോജക മണ്ഡലവും ആയ പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിൽ ചാരിതാർത്ഥ്യം ഉണ്ട്. ഇന്നും ജനങ്ങൾക്ക് ഒപ്പം നിന്ന നേതാവ് ആയിരുന്നു ഉമ്മൻചാണ്ടിജി. ഈ ഊർജം കരുണയുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജനസേവനത്തിൽ ഇന്നും പ്രതിഫലിച്ചു. പരാതിയും ആവശ്യങ്ങളും ആയി ആർക്കും സമീപിക്കാവും ജനപ്രതിനിധി ആയിരുന്നു അദ്ദേഹം. തുകല്ല അതിലെ സ്നേഹവും കഥ നൽകുന്ന പ്രോത്സാഹനവും ആണ് പ്രധാനം. ഈ സ്കോളർഷിപ്പ് ഏർപ്പെടുത്താൻ മുൻകൈ എടുത്തവർക്ക് എൻ്റെ അഭിനന്ദനം. ശ്രീ ചാണ്ടി ഓമൻ, the proud inheritor of this magnificent legacy, has a special burden on his shoulders. I give him my best wishes and hope that he would follow in the footsteps of his great father. My best wishes to the students who have received the scholarship today. Loka samasta sukhino bhavantu. Valre nanni. Jai Hind. जय भारत भाग्य विधाता पंचांग